അങ്ങനെ തേങ്ങ ഇരുവാൻ പോവേണ്. ഗൈസ്, നമുക്ക് ഇന്നൊരു കുഞ്ഞു ഡേ മൈ ലൈഫ് ആയാലോ? എന്നാ തുടങ്ങാം. ബാ, ആദ്യം തന്നെ നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന് നിങ്ങളടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാലോ. നമ്മൾ ഈ പോകുന്നത് കോഴിക്കോട്ടിലോട്ടാണ് കേട്ടാ. എന്തുകൊണ്ടാണ് പോകുന്നത്? രാവിലെ ഞാനായാലും അമ്മയായാലും ഫസ്റ്റ് ചെയ്യുന്ന ഇതാണ് കേട്ടോ. കോഴിലെല്ലാം തുറന്നു വിടുക, താറാവിനെ തുറന്നു വിടുക, അതിനുള്ള ആഹാരം കൊടുക്കുക, എന്നിട്ട് നേരെ പോവുക ആട്ടുകുട്ടിക്ക് ആഹാരം കൊടുക്കുക, എന്നിട്ട് നേരെ പോവുക മീനുകൾക്ക് ആഹാരം കൊടുക്കുക. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ അവർക്ക് മാത്രം കൊടുത്താൽ പോരല്ലോ, നമുക്കും കഴിക്കണ്ടേ. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ കേസ്. നമ്മുടെ വീട്ടിൽ കുറച്ച് ഉപ്പുമാവ് വരുന്നു, നോക്കിയപ്പോൾ പിന്നെ മീൻ കറി ഇരിക്കുന്നു. പിന്നെ നമ്മുടെ പരിപാടിയാണ് ഉപ്പുമാവ് മീൻ കറി തട്ടുക, അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സംഭവം കിടക്കാച്ച സാധനമാണ് കേട്ടാ. അങ്ങനെ രാവിലത്തെ ഭക്ഷണമായ ഉപ്പുമാവും കഴിച്ചു, ചായയും കുടിച്ചു. നിങ്ങൾ എന്തിട്ടാ കഴിച്ച അവിടെ? അങ്ങനെ വെറുതെ ഇരുന്നപ്പോഴും അമ്മ പറഞ്ഞ്, എൻ്റെ കൂട്ടാ പോയെന്ന് തേങ്ങയ്ക്ക് ഒന്ന് തെളിച്ച് തിരികെ തന്നേ. അങ്ങനെ നമ്മൾ തേങ്ങ തെളിച്ച് കേട്ടോ. അങ്ങനെ തേങ്ങ ഇരുവാൻ പോവേണ്. അങ്ങനെ നമ്മുടെ പരിപാടിയായ തേങ്ങ തിരുവലും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ തേങ്ങയും തിരികെ കേട്ടോ. അങ്ങനെ കുറച്ചു നേരം പഠിക്കാന്നൊക്കെ വിചാരിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ വിഷയൊക്കെ വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, വീട്ടിൽ നോക്കിയപ്പോൾ നല്ല പഴങ്ങിരിപ്പുണ്ട് കേട്ടോ. രാവിലെ തേങ്ങ ഉരി കൊടുത്തില്ലേ, ആ തേങ്ങയിൽ വെച്ച മീൻകറി ഉണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ചോറും മരിച്ചിനെടുത്ത് അതിൽ തോരൻ, അതുപോലെ തന്നെ പൊരിച്ച മീൻ്റെ തല, പിന്നെ കുറച്ച് പുളിഞ്ചിക്ക അച്ചാർ, കുറച്ച് അവിയൽ, കുറച്ച് മീൻകറി, പിന്നെ നമ്മുടെ പുളിശ്ശേരി എല്ലാം കൂടി സെറ്റ് ചെയ്തെടുത്ത് കേട്ടോ. ഇനി നമ്മൾ കഴിച്ചു നോക്കിയാലോ? അങ്ങനെ പഴിഞ്ഞു പിടിച്ചാലാ വായോ. കുടു സൂപ്പർ സാധനം. അങ്ങനെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റപ്പോഴോ ചായ കുടിക്കാൻ സമയമായി. നിങ്ങൾ ചായ കുടിച്ചോ? ഇനിയാണ് രാവിലത്തെ ജോലിയുടെ ബാക്കി ജോലി. എന്നിട്ടാ കോഴിക്ക് തിന്നാൻ കൊടുക്കുക, ആട്ടിന് തിന്നാൻ കൊടുക്കുക. എന്നിട്ടാ കൊടുക്കുന്നത്? നമ്മൾ പുല്ലാണ് കേട്ടോ വൈകിട്ട് കൊടുക്കുന്നത്. അങ്ങനെ അതിനുള്ള പറിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. കാരണമുണ്ട്, ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു പാട്ട് പാടി. അപ്പോൾ ആ പാട്ട് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേറൊരു ചേട്ടൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ പാട്ട് വരും ദിവസങ്ങളിൽ വരും. അപ്പോൾ അതിൻ്റെ വർക്കായിട്ട് ഞാൻ പോകുന്നതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.